നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ മാത്രം താല്പര്യം കൊണ്ട് തള്ളിവിടരുത്. ഇതിന്റെ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ സിലബസിലേക്ക് വരുമ്പോൾ പറ്റുകയാണെങ്കിൽ കാണാതെ പഠിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് സിലബസ് മനസ്സിലാക്കണം. നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഏതെങ്കിലും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. സിവിൽ സർവീസ്, ജെഇ, നീറ്റ്, കാറ്റ്, ക്ലാറ്റ്, ഗേറ്റ്, നെറ്റ് അങ്ങനെ നിരവധിയാണ് ഇന്ത്യയിലെ മത്സര പരീക്ഷകൾ. ഇതിലൊക്കെ വീഴുന്നവരാണ് കഴിവുണ്ടായിട്ടും കൂടുതൽ പേരും. വാഴുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. കഴിവും കഠിന പ്രയത്നവും മാത്രമാണോ ഇത്തരം പരീക്ഷകളിൽ വിജയിക്കാനുള്ള മാനദണ്ഡം? നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇത്തരം മത്സര പരീക്ഷകളിൽ വാസ്തവത്തിൽ നമ്മൾ മത്സരിക്കുന്നത് നമ്മോട് തന്നെയാണ്. നമ്മുടെ ഈഗോയോട്, അറിവില്ലായ്മയോട്, കൃത്യതയില്ലായ്മയോട്, മടിയോട്, അലസതയോട്, അങ്ങനെ നമ്മുടെ ചാപല്യങ്ങളോടുള്ള ഒരു മത്സരമാണ് ഏതൊരു മത്സര പരീക്ഷയും. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടി, മറ്റുള്ളവർക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ ടഫാണോ, ഇതൊന്നും വിഷയമല്ല. നമുക്കുള്ള ആ ഒരു സീറ്റ് നമുക്ക് വേണ്ടി അവിടെ ഒഴിഞ്ഞു കിടന്നിരിക്കും. ഇവിടെ എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത് പാരന്റ്സിനോടാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ മാത്രം താല്പര്യം കൊണ്ട് തള്ളിവിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ അവരോട് പറയാം, സജഷൻ പോലെ പറയാം, ഈ ഫീൽഡ് നിനക്ക് പറ്റും, നീ അത് ചെയ്തു നോക്കും എന്നൊക്കെ പറയാന്നല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം മത്സര പരീക്ഷകൾക്ക് നിങ്ങളുടെ കുട്ടിയെ തള്ളിവിടരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരായിരിക്കും ഡിസിഷൻ മേക്കേഴ്സ്. യെസ്, എനിക്ക് ഈ ഫീൽഡിനോട് താല്പര്യമുണ്ട്, എന്റെ സ്കിൽ സെറ്റിനോട് ഇത് യോജിച്ചതാണെന്നൊക്കെ തോന്നിയിട്ട് അവർ മുൻകൈ എടുത്ത് പറയാണ്, അച്ഛ അല്ലെങ്കിൽ അമ്മേ എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുപോകും, ഞാൻ റെഡിയാണ്, ഞാൻ ഇതിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ. അതേപോലെ തന്നെ വൺസ് ഇവർ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ത് വില കൊടുത്തും നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടുള്ള മെന്റൽ, ഫിനാൻഷ്യൽ, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിരിക്കണം. സാധാരണ നമ്മൾ പറയലുണ്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മക്കളെയും അറിയിക്കണം, എന്നാൽ അവർക്ക് ഒരു ബോധം ഉണ്ടാവുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് അവർ സീരിയസ് ആയിട്ട് അവരുടെ കാര്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളോ മറ്റുള്ള വീട്ടിലെ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയിക്കരുത്. അവർക്ക് വേണ്ടിയിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത് നിർബന്ധമായിട്ടും, എല്ലാവിധ സ്ട്രെങ്ത്തും നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കണം. ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ചില സമയങ്ങളൊക്കെ ഇത്തരം പരീക്ഷകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് അവരോട് തന്നെ ഡൗട്ട് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പാരന്റ്സിന്റെ ഒരു നോട്ടം മതി ചിലപ്പോൾ അവർ മൊത്തം തകർന്നു വീഴാൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബിയോണ്ട് എ ലിമിറ്റ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ തള്ളിവിടരുത്, അല്ലെങ്കിൽ പുഷ് ചെയ്യരുത്, പ്രഷർ ചെയ്യരുത്. കാരണം ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അവരെ പ്രഷർ ചെയ്യുമ്പോൾ, ഒരു പോയിന്റിനപ്പുറം പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന കുട്ടിയെ തന്നെയായിരിക്കും. നമുക്ക് ആ ഒരു പരീക്ഷ അവൻ പാസ്സായിട്ടില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവൾ പാസ്സായിട്ടില്ല എന്നുള്ളത് നോ പ്രോബ്ലം. നമുക്ക് ഒരിക്കലും നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. എന്തായാലും പാരന്റ്സിനോട് ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു 15 അല്ലെങ്കിൽ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ പാരന്റ്സിനോട് തന്നെ ഈ വിഷയത്തിൽ പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിനോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്തരുത്. ഒന്ന്, പാരന്റ്സിന്റെ മാത്രം നിർബന്ധം കൊണ്ട് നിങ്ങൾ എത്തരുത്. രണ്ടാമത്തേത്, ഇപ്പൊ സാധാരണ ദിക്കിങ് സിനിമ കണ്ടിട്ടൊക്കെ കളക്ടർ ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ആവാൻ അതിയായ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ബയോളജിയോട് തീരെ ഇഷ്ടമില്ല, ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റേ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഡോക്ടർ ആവാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങളുടെ പാഷന്, സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, ഗോള്, മോട്ടിവേഷൻ ഇതെല്ലാം യോജിക്കുന്ന ഒരു പോയിന്റിലാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്കും മറ്റൊക്കെ തയ്യാറെടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെന്റൽ സ്ട്രെങ്ത് ആണ്. ഈ മെന്റൽ സ്ട്രെങ്ത്തിന് വേണ്ടത് നല്ല ദൈവവിശ്വാസമാണ്. ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരോട് വേണമെങ്കിൽ അവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. കാരണം അവരും മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാകാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം. എന്തായാലും ദൈവവിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് മുതൽ അതിന്റെ എൻഡ് വരെ, എൻഡ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാതിരിക്കാം. അതുവരെയും നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഒരു ചാബല്യമോ ചാഞ്ചാട്ടമോ ഇല്ലാതെ മുന്നോട്ടാണെങ്കിൽ നല്ല ദൈവവിശ്വാസം നമ്മളെ നന്നായിട്ട് സഹായിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളെ ഈ ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചത് ദൈവമാണ്. സോ അത് ദൈവത്തിന്റെ തീരുമാനമാണ്, ഡെസ്റ്റിനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മളെ മൊത്തം കൈപ്പിടിച്ച് ഉയർത്താൻ ദൈവം ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ വെറുതെ ഇടക്കിടക്കുള്ള ടെൻഷനും കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല. നമ്മൾ എന്തായാലും ദൈവം സക്സസ് ആക്കിക്കോളും. ഇനി അഥവാ ഇല്ലെങ്കിൽ ഹി വിൽ ഹാവ് ബെറ്റർ പ്ലാൻസ്. ദൈവത്തിന് ബെറ്റർ പ്ലാൻസ് ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട. നമ്മൾ നമ്മളുടെ വർക്ക് കൃത്യമായിട്ട് ഹാർഡ് വർക്കോട് കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ബാക്കി ദൈവം നോക്കിക്കോളും. അതിന്റെ ഇടയിൽ വരുന്ന ചിലപ്പോൾ ഒരു പനി വരാം, ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് മടി വരാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ സാരമില്ല, ഇതൊക്കെ ഇതിന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്, ദൈവം തീരുമാനിച്ചതാണ്, ഐ ഷുഡ് റീസ്റ്റാർട്ട് വിത്ത്
ഫുൾ സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു കൺവിക്ഷൻ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ത്രൂ ഔട്ട് ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഒരു പരീക്ഷ പ്രിപ്പയർ ചെയ്ത് ഇത്തരം പരീക്ഷകൾ നല്ല രീതിയിൽ റാങ്ക് നേടി ആരോട് ചോദിച്ചാലും അവര് ഇങ്ങനെ ഒരു കൺവിക്ഷനിലൂടെ ഇങ്ങനെ ഒരു മെന്റൽ സ്ട്രെങ്ത്തിലൂടെ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ സക്സസ് ആയി ഉണ്ടാവുക. അവർ പഠിക്കുന്നതിനേക്കാളേറെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാളേറെ അവരുടെ ആ ഒരു സ്റ്റേബിൾ മെന്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് ആ ഒരു പവർ, അത് ദൈവത്തിന്റെ വിശ്വാസത്തിലൂടെയാണ് ആ പവർ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എഴുതാൻ പോകുന്ന പരീക്ഷയെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനിവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ സിലബസിലേക്ക് വരുമ്പോൾ പറ്റുകയാണെങ്കിൽ കാണാതെ പഠിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് സിലബസ് മനസ്സിലാക്കണം. ഒരു 3-4 വർഷത്തെ പിന്നോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിലയിരുത്തണം. പറ്റുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കണം. ഇത് രണ്ടും നന്നായിട്ട് വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷയുടെ ജഡ്ജായിട്ട് നിങ്ങൾ മാറും. അതായത് പരീക്ഷ എങ്ങനെയാ വരിക, ചോദ്യം എങ്ങനെയാ വരിക, അതിനെന്തൊക്കെ ചോദിക്കുക, ഇനി എങ്ങനെ ഇതിന്റെ സ്വഭാവം മാറാൻ ചാൻസ് ഉള്ളത്, ഇതൊന്നും പിന്നെ നിങ്ങൾക്ക് 10,000 ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്നാ പരീക്ഷയുടെ മാസ്റ്റർ ആയിട്ട് വരും. രണ്ടാമത്തത്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുകയാണ്. അതും പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് കണക്റ്റഡ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനും ഒക്കെ അനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷന്റെ മോഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ പരീക്ഷയുടെ സ്റ്റഡി മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷക്കൊക്കെ പഠിക്കുമ്പോൾ പഠിച്ച് ഓൾറെഡി റാങ്ക് കിട്ടില്ല ചില ആളുകൾ പറയും ഞാൻ നന്നായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചതെന്ന് പറയും. നേരെ മറിച്ച് മറ്റു ചിലർ പറയും ഞാൻ നോട്ട് മേക്കിംഗ് തന്നെ വേസ്റ്റ് ആണ്, അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ചില ആളുകൾ അഭിപ്രായം പറയും. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ അഭിപ്രായം ശരി, രണ്ടാമത്തെ ആളുടെ അഭിപ്രായം തെറ്റോ അങ്ങനെ ഒന്നുമല്ല. ഇത് ഒന്നാമത്തെ ആൾ അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അയാൾ സ്റ്റഡി മെത്തേഡിൽ നോട്ട് മേക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആക്കി. രണ്ടാമത്തെ ആൾ അനലൈസ് ചെയ്ത് നോട്ട് മേക്കിംഗ് തനിക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കുള്ള ഈ പഠന മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് കൂടി ചൂസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ആ ഒരു വർക്കിന്റെ ഒരു 10% അവിടെ ഫിനിഷ് ആയി. ഇനി ബാക്കി 90% ഉള്ളൂ. ഇനി അടുത്തത്, ഇത്തരം പരീക്ഷകൾക്കൊക്കെ നല്ല ഹാർഡ് വർക്കിലൂടെ പഠിച്ചാൽ മാത്രമേ പാസ് ആവൂ എന്നുള്ളതാണ് സാധാരണ കാഴ്ചപ്പാട്. സംഭവം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ് വേണ്ടത്. സാധാരണ ഞാനൊരു മൃഗങ്ങളുടെ എക്സാമ്പിളിൽ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇപ്പൊ കഴുത ഒരു ദിവസം 16-18 മണിക്കൂർ വരെ പണിയെടുക്കും. പക്ഷെ കഴുതയെ ആരും നാട്ടിലെ രാജാവെന്നോ കാട്ടിലെ രാജാവെന്നോ ഒന്നും വിളിക്കലില്ല. നേരെ മറിച്ച് സിംഹം ഒരു ദിവസം 24 മണിക്കൂറിൽ ആകെ 6-7 മണിക്കൂർ എണീറ്റിരിക്കുള്ളൂ. പക്ഷെ സിംഹത്തിനാണല്ലോ അവർ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത്. അപ്പോ ഹാർഡ് വർക്കിലല്ല സ്മാർട്ട് വർക്കിലാണ് കാര്യം. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമുക്ക് വേണ്ട സ്റ്റഡി മെത്തേഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഈ സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലെ എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്തവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത മേഖലയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ ഇതുപോലെ കോച്ച് പോലെ ഇതിങ്ങനെ ചെയ്തോ ഇത് അങ്ങനെ ചെയ്തോ എന്ന് ഞാൻ ഇവിടെ പറയില്ല. ഞാൻ ഗൈഡൻസേ തരുള്ളൂ. നിങ്ങൾ വേണം അതിൽ ആ ഗൈഡൻസ് പിടിച്ചിട്ട് നിങ്ങളുടെ ഓരോ സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്ലാൻ പറഞ്ഞപ്പോഴാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്മാർട്ട് വർക്കിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് എന്നുള്ളത്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലോങ് ടേം, ഈ പരീക്ഷ ഇപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, പരീക്ഷ എഴുതാനുള്ളത് അടുത്ത വർഷം, എന്താ പറയുക, 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 1.5 വർഷം വരെയുള്ള ലോങ് ടേം പ്ലാൻ വേണം. അതേപോലെ തന്നെ പിന്നെ മീഡിയം ടേം പ്ലാൻ വേണം, പിന്നെ ഷോർട്ട് ടേം പ്ലാൻ വേണം, പിന്നെ അതിന്റെ തന്നെ മിനി പ്ലാൻ വേണം. ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പോ ഇത്തരം പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം റിവിഷൻ ആണ്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു 5 പുസ്തകങ്ങള് വ്യത്യസ്ത പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, ഒരു പുസ്തകം 5 തവണ വായിക്കുക എന്നുള്ളതാണ് എല്ലാ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ അടുത്ത വർഷത്തിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഈ എക്സാമിന്റെ ഫുൾ ഇതില് നമ്മളൊരു 3-4 പറ്റുകയാണെങ്കിൽ 5 വട്ടം വരെ റിവൈസ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതിനാണ് ഞാൻ ലോങ് ടേം പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അത് കഴിഞ്ഞാൽ മീഡിയം ടൈം പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിവിഷൻ, ഫസ്റ്റ് റീഡിംഗ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം. ഫോർ എക്സാമ്പിൾ 12 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 4-5 മാസം നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിനുള്ള സമയമാണ്. ആ റീഡിങ്ങിനുള്ള സമയത്തുള്ള പ്ലാൻ ആണ് ഞാൻ മീഡിയം പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഷോർട്ട് പ്ലാൻ എന്ന് പറയുന്നത്
നമ്മുടെ വീക്ക്ലി പ്ലാനോ മന്ത്ലി പ്ലാനോ ആണ്. വീക്ക്ലി പ്ലാൻ. പിന്നെ മിനി പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഡെയിലി പ്ലാൻ ആണ്. അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ ആദ്യത്തെ റീഡിങ്ങിന് 5 മാസം ആണെങ്കിൽ രണ്ടാമത്തെ റിവിഷൻ ചിലപ്പോൾ 3 മാസം ആവശ്യം ഉണ്ടാവുള്ളൂ, അടുത്ത റിവിഷൻ 1.5 മാസം ആവശ്യം ഉണ്ടാവുള്ളൂ, അതിന്റെ അടുത്ത റിവിഷൻ 20 ദിവസം ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 5 റിവിഷൻ ഒക്കെ കഴിഞ്ഞ് 4-5 റിവിഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ് ആവും. അടുത്തത് കൺസിസ്റ്റൻസി ആണ്, റെസീലിയൻസ് ആണ്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ +1 +2 പരീക്ഷ പോലെയല്ല. ആ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരാഴ്ച മുന്നേ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും, ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് നമ്മൾ പഠിക്കും. ഇതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. അതായത് ഇപ്പൊ ഇതിനൊക്കെ പഠിക്കുമ്പോൾ ആളുകൾ പറയും നമ്മൾ 12-15 മണിക്കൂർ ഡെയിലി പഠിക്കണം എന്നുള്ളത്. 12-15 മണിക്കൂർ ഡെയിലി പഠിച്ചിട്ട് ആർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർഷം അതേ പാത പിന്തുടരാൻ പറ്റില്ല. പ്രാക്ടിക്കലി ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ളത് ഡെയിലി ഒരു 8 മണിക്കൂർ, മാക്സിമം 10 മണിക്കൂർ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം. അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് വളരെ എക്സെപ്ഷണൽ കേസ് ആണ്. നോർമൽ നമ്മളെ പോലുള്ള ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം പറഞ്ഞത്. ഈ 8-10 മണിക്കൂർ ഡെയിലി പ്ലാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ സാധാരണ വേണമെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ ശനി വരെ കൃത്യമായിട്ട് 8-10 hours ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സൺഡേ ഒരു ഓഫ് എടുക്കുക. ഈ റെസ്റ്റ് റിലാക്സിങ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ റെസ്റ്റും റിലാക്സിങ്ങും ആവശ്യത്തിന് കേട്ടോ, ഓവർ ആവരുത്. അപ്പൊ ഇവിടെ സൺഡേ റെസ്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാലേ നിങ്ങൾ മൺഡേ വീണ്ടും നിങ്ങളെ മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ. ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടുന്ന അതേ സ്പീഡിൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഓടൂല. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഒരു മാരത്തൺ ആണ്, ഒരിക്കലും 100 മീറ്ററോ 200 മീറ്ററോ മത്സരമല്ല. അപ്പൊ ഇവിടെ ബുദ്ധിയും ശക്തിയും പോലെ തന്നെ റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫിസിക്കിനനുസരിച്ചുള്ള ഉറക്കം, ചിലർക്ക് 6 മണിക്കൂർ മതിയായിരിക്കും, ചിലർക്ക് 7 മണിക്കൂർ മതിയായിരിക്കും. എനിക്കൊക്കെ പേഴ്സണലി 8 മണിക്കൂറൊക്കെ വേണം. അപ്പൊ അതിനനുസരിച്ച് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. ബാക്കി 8-10 മണിക്കൂർ നിർബന്ധമായിട്ടും പഠിക്കണം. ഇവിടെ റെസ്റ്റ് എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ഡെയിലി റെസ്റ്റ് ഉണ്ട് കേട്ടോ. ഡെയിലി വൈകിട്ട് ഒരു 5 to 6 അങ്ങനെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ, അല്ലെങ്കിൽ അത്യാവശ്യം വൈകുന്നേരങ്ങൾ നിങ്ങൾ അന്നത്തെ ദിവസം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, റെസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഷട്ടിലോ ഇനി ക്രിക്കറ്റോ പോലുള്ള ചെറിയ വ്യായാമങ്ങളിലോ എക്സസൈസിലോ ഒക്കെ നിങ്ങൾ യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ തന്നെ നമ്മുടെ ഫിസിക്ക് പോലെ കൈയും കാലും പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. സത്യം പറഞ്ഞാൽ ബ്രെയിനിന് അല്ലെങ്കിൽ വായിക്കാനും പഠിക്കാനും കൈയും കാലിനേക്കാളും കൂടുതൽ എഫേർട്ട് വേണമെന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അപ്പൊ അത് പ്ലാനിങ്, കൺസിസ്റ്റൻസി, റെസ്റ്റ്, റിവിഷന് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് വർക്കിൽ പെടും. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്തോ വലിയ ആനക്കാര്യം ചെയ്യാണ്, ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് ടെൻഷൻ അടിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വെറുതെ ഡിപ്രഷനിലേക്ക് പോകുക മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു ഈസിനെസ്സോട് കൂടി നമ്മുടെ പാർട്ട് 100% കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഓക്കെ. അതേപോലെ തന്നെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞു തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച ആൾക്ക് സൺഡേ ഓഫ് എടുക്കുക എന്നുള്ളത്. അത് തിങ്കൾ മുതൽ ശനി വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാണ്. അവിടെ കാര്യമായിട്ട് പല ദിവസങ്ങളും നിങ്ങൾ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അത് ആ ഉഴപ്പിയ പാർട്ട് നോക്കാനുള്ള സമയമായിട്ട് നിങ്ങൾ സൺഡേ കാണണം. ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് സൺഡേ ഫുൾ ഓഫ് എടുക്കാൻ പറ്റുക. എന്തെങ്കിലുമൊക്കെ മിസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് സൺഡേയും അത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ സൺഡേ ഉച്ചവരെ പഠിച്ച് ഉച്ചയ്ക്ക് ശേഷം ഓഫ് എടുക്കാം. അപ്പൊ ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ മോഡിനെ കാണാൻ തന്നെ. അടുത്തത് പഠനത്തിന്റെ ക്വാളിറ്റിയാണ്. സാധാരണ നമ്മൾ സ്കൂൾ എക്സാമിനോ യൂണിവേഴ്സിറ്റി എക്സാമിനോ ഒക്കെ നമ്മൾ കാണാതെ കഷ്ടപ്പെട്ട് വായിച്ചിട്ടൊക്കെ പഠിക്കുന്ന മെത്തേഡൊന്നും ഇവിടെ നടക്കൂല. സ്റ്റഡി മെത്തേഡ്സ് സയന്റിഫിക്കലി പലതും പറയാറുണ്ട്, ആക്റ്റീവ് റീകോൾ, സ്പേസ്ഡ് റിപ്പിറ്റേഷൻ, പൊമോഡോ ടെക്നിക് ഒക്കെ. അപ്പോൾ അത് ആ രീതിയിലൊന്നും ഞാൻ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ആകെ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വിഷ്വലൈസേഷൻ, ഇപ്പൊ പാടവരമ്പത്തിലൂടെ നടക്കുന്ന ഒരു പെൺകുട്ടി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ടാവും. ചിലർക്ക് പിക്ചർ ആയിട്ടായിരിക്കും, ചിലർക്ക് സിനിമ രൂപത്തിലായിരിക്കും. അപ്പൊ എന്തായാലും ആ രീതിയിൽ ചിലർക്കൊക്കെ പഠിക്കുമ്പോൾ ടെക്നിക്കൽ ആയിട്ടായിരിക്കും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുക. ആ ഒരു വിഷ്വലൈസേഷൻ കണ്ണിലൂടെ കാണുന്നത് പോലെ നമുക്ക് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമത്തേത് അല്ലെങ്കിൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, ഇഫ് ടൈം പെർമിറ്റ്, സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച സാധനം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലെ നമുക്ക് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ടൈം പെർമിറ്റ്സ് എന്ന് പറയാനുള്ള കാരണം, ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ റിവിഷനിലൊക്കെ ചിലപ്പോൾ ഇതിന് സമയം കിട്ടും. മൂന്നാമത്തെ 4ാമത്തെ റിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ അതിന് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തന്നെ മൊത്തത്തിലൊന്നും തീരൂല. അപ്പൊ വിഷ്വലൈസേഷനും അതേപോലെ തന്നെ റീകോളിംഗ്, അത് മറ്റൊരാൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ദ മാസ്റ്റർ ഓഫ് ദാറ്റ് പാർട്ട്. ആ പാർട്ടിൽ നിങ്ങൾ മാസ്റ്റർ ആയി എന്നുള്ളതാണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇങ്ങനത്തെ പരീക്ഷയൊക്കെ പഠിക്കുന്നവർ ഒരുവിധ സോഷ്യൽ എൻഗേജ്മെന്റും ഇല്ലാതെ കുടുംബത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കല്യാണത്തിന് പോലും പോവാതെ കഷ്ടപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര സ്ട്രെസ് ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം.
അത് പാടില്ല. അതേപോലെ തന്നെ എല്ലാ പരിപാടിക്കും പോയി എല്ലാത്തിനും പങ്കെടുത്ത് പഠനം വളരെ വളരെ ലീസ്റ്റ് പ്രയോറിറ്റി ആയി വെക്കുന്നവരുണ്ട്. ഇത് രണ്ടും പറ്റില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ അത്യാവശ്യത്തിൽ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ്സ്, മറ്റുള്ളവരുടെ ഇടപെടലുകളൊക്കെ ഒരു മനുഷ്യ ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ഈ പരീക്ഷ മാത്രമല്ലല്ലോ, പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് ജീവിതമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ലിമിറ്റേഷൻ, എവിടെ എവിടെ നിർത്തണം എവിടെ തുടങ്ങണം എന്നുള്ള കൺട്രോൾ നമുക്ക് വേണം. ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള സോഷ്യൽ എൻഗേജ്മെന്റ്സ് വേണം. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കട്ട് ഓഫ് ചെയ്യാൻ, അതായത് ഏത് സ്റ്റേജിലും ഇത് എന്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ അതൊന്ന് കട്ട് ഓഫ് ചെയ്ത് അതൊന്ന് പിൻവാങ്ങി അടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ അടുത്ത മേഖലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ ഒരു റിയലൈസേഷൻ ആണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. രണ്ടാമത് അവിടെ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ്, അവള് ഒരു വർഷം സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷ എഴുതി. അവള് ഓൾറെഡി ആയുർവേദ ഡോക്ടറാണ്. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഇത് എനിക്ക് പറഞ്ഞതല്ല. ആള് അത് നിർത്താൻ തീരുമാനിക്കുന്നത് ഒരു ഡിസംബർ മാസത്തിലാണ്. ആൾ അടുത്തടുത്ത തീരുമാനം എന്താണെന്നറിയോ? ഐ വിൽ പ്രിപ്പയർ ഫോർ നീറ്റ്. ഞാൻ MBBS വേണ്ടിയിട്ട് നോക്കും. ആള് ഈ ഒരു നീറ്റ് എക്സാം സാധാരണ ഏപ്രിൽ മെയ്യിലൊക്കെ അല്ലേ വരിക. ഈ ഒരു ഡിസംബറിൽ എടുത്ത തീരുമാനം ജനുവരി മുതൽ ആ പറഞ്ഞ മെയ് വരെയുള്ള സമയം കൊണ്ട് ആള്, അതായത് മനസ്സിലാക്കണം, ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ 4-5 വർഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞ ആളാണ്. ആ ആള് വീണ്ടും നീറ്റിന് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. 3rd ഇയറോ 4th ഇയറോ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ചില ആളുകൾ അവർക്ക് പറ്റാത്ത മേഖലയാണ്, താല്പര്യമില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ഓൾറെഡി അത് തുടങ്ങി വെച്ചത് കാരണം ഇത് നിർത്താൻ പറ്റാതെ തങ്ങളുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് 20കൾ, അതായത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ടൈം. ഈ സമയത്താണ് അവരുടെ ലൈഫിന്റെ യഥാർത്ഥ എന്താ പറയാ ഗോൾഡൻ ഫേസ് കടന്നു പോകുന്നത്. ആ സമയത്താണ് പല കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ പേരും പറഞ്ഞ് പലവരും ജീവിതം ഹോമിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കട്ട് ഓഫ് ചെയ്യണം എന്ന് ബോധ്യം വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പാരന്റ്സിനും അവിടെ വലിയ റോൾ ഉണ്ട്. പാരന്റ്സും അത്തരം സമയങ്ങളിൽ കൃത്യമായിട്ട് തങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒരു കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് മെന്റൽ സ്ട്രെങ്ത് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കാൻഡിഡേറ്റിന്റെ മെന്റൽ സ്ട്രെങ്ത് ഞാൻ വീണ്ടും പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഹൈ ലോ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വേവ് ഒക്കെ ആവാം, കുറച്ചൊരു ഹൈ കുറച്ചൊരു ലോ. അതായത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയാലും പ്രശ്നമാണ്, ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയാലും പ്രശ്നമാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പറ്റുകയാണെങ്കിൽ അതൊരു ഫ്ലാറ്റ് ലൈൻ ആക്കുക, അല്ലെങ്കിൽ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ എപ്പോഴും നല്ലതാണ്. അതല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ചില സമയങ്ങളിൽ യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിത്തം, ചില സമയങ്ങളിൽ ഫുള്ള് തകർന്ന് തരിപ്പണമായിട്ടുള്ള ആ രീതിയിൽ പോകരുത്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല വാസ്തവത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാം. അങ്ങനെയുള്ളവര് ഈ ഒരു സ്റ്റേബിൾ മൈൻഡിലേക്ക് വരാൻ ശ്രമിക്കണം. കാരണം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഉള്ളൊരു യാഥാർത്ഥ്യം, ഓൾറെഡി വെൽ ഓഫ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകൾ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള സെന്റിമെന്റ്സ് ഇമോഷൻ തീരെ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരായിരുന്നൊക്കെ കുറച്ചും കൂടിയും മുക്തരാണ്. നേരെ മറിച്ച് നമ്മുടെ മിഡിൽ ക്ലാസ്, നമ്മളെ പോലത്തുള്ള മിഡിൽ ക്ലാസ്സിനാണ് ഓവറായിട്ട് ചിന്തയും അതേപോലുള്ള കാര്യങ്ങളുള്ളത്. അത് അവരുടെ ഇത്തരം പ്രിപ്പറേഷന്റെ സക്സസിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദൈവവിശ്വാസം. നിങ്ങൾക്ക് നമ്മുടെ ആ ദൈവവിശ്വാസം ഇവിടെ പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് എന്തുണ്ടെങ്കിലും അത് എന്റെ ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജയിച്ചാലും തോറ്റാലും പനി വന്നാലും ടെൻഷൻ വന്നാലും ഒക്കെ എനിക്ക് അത് ദൈവമാണ് അത് തീരുമാനിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇച്ഛാശക്തിയിൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കും. നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടെ പാർട്ട്. അതായത് ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ആ പരീക്ഷന്റെ പ്രിപ്പറേഷൻ സമയത്ത് മൊത്തം ടെൻഷൻ അടിച്ച് ഞാൻ പഠിച്ചു പോരാ, എനിക്ക് ഇനിയും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ കുറേ സമയം പോകും. എന്നിട്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ഇത് ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നല്ലോ എന്ന് ടെൻഷൻ അടിക്കണേക്കാളും നല്ലത് ഞാൻ എന്റെ 100% കൊടുത്തിട്ടുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയില്ല. കിട്ടും ഓക്കെ, എനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ഡൺ മൈ പാർട്ട്. എനിക്ക് കിട്ടിയില്ല, നോ ഇഷ്യൂ, ദൈവം വിൽ ഹാവ് അനദർ ബെറ്റർ പ്ലാൻസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാം റിലാക്സ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, എന്നാൽ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരുവിധം എന്റെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരുവിധം ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് പറ്റാവുന്ന ചുരുങ്ങിയ സമയം കൊണ്ട്
പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിനും കരിയർ ബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. താങ്ക് യു.